Hi friends, welcome back. ഒരു നല്ല Redmi ഫോൺ 15000 താഴെ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു നല്ല Redmi ഫോൺ ഞാൻ ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായി. ഇപ്പോഴാണ് ഒരു നല്ല മികച്ച ഒരു ഫോൺ കയ്യിൽ കിട്ടിയത്. ദാ ഒരു വലിയ ബോക്സിലാണ് അത് നമ്മുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത്. Redmi 12 5G ഒരു നല്ല 5G Redmi ഫോണാണ്. സോ എന്തൊക്കെയാണ് Redmi 12 5Gയുടെ വിശേഷങ്ങൾ? ക്വിക്കായിട്ട് ഒന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് മുകളിൽ തന്നെ ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ്. സോ ആ ലെറ്റർ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ Redmi 12 5Gയുടെ യൂഷ്വൽ ആയിട്ടുള്ള ആ ബോക്സ് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. വലുത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. 12 5Gയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ആ ഒരു ഫോണിന്റെ നോർമലായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബോക്സ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ സ്മാർട്ട് ഫോണാണ് ആദ്യം തന്നെ ഇരിക്കുന്നത്. ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ കാണാം ബ്ലൂ കളറാണ് വരുന്നത്. ആക്ച്വലി ഈ ഒരു ഫോൺ ഒരു കളറല്ല, ജെയ്ഡ് ബ്ലാക്ക് എന്നും പിസ്റ്റൽ ബ്ലൂ, മൂൺ സ്റ്റോൺ, സിൽവർ, അങ്ങനെ 3-4 കളറൊക്കെ പറയുന്നുണ്ട്. സോ ഇഷ്ടമുള്ളത് നോക്കി ചൂസ് ചെയ്യാം. സോ കാണാൻ അത്യാവശ്യം നല്ല ഡിസൈനാണ് കേട്ടോ. കയ്യിൽ പിടിക്കാനൊന്നും വലിയ കുഴപ്പമില്ല. 8.17 mm ആണ് തിക്നെസ് വരുന്നത്. 199 gram ആണ് വെയിറ്റ്. IP53 വാട്ടർ റേറ്റിംഗ് അടക്കം വരുന്നുണ്ട്. റിയർ സൈഡിലും ഈ പ്രൈസിൽ എനിക്ക് തോന്നുന്നു 15000 താഴെ വരുന്നത്. അവിടെയും നമുക്ക് ഗൊറില്ല ഗ്ലാസിന്റെ ഗ്ലാസ് ഡിസൈൻ തന്നെയാണ് റിയർ സൈഡിലും കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ്. സോ ഫോണിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സിൽ ഡോക്യുമെന്റേഷൻ, സിം ടൂള്, കേസ് പോലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. 22.5 വാട്ടിന്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി കേബിൾ ഉണ്ട്. സോ അത്രയുമാണ് ബോക്സിലെ കണ്ടന്റ്. എല്ലാം മാറ്റി വെക്കാം. ഫോണിലേക്ക് തിരിച്ചു വരാം. അത്യാവശ്യം കയ്യിൽ പിടിക്കാനും കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. വലിയ ഫോൺ തന്നെയാണ് കേട്ടോ. 6.79 ഇഞ്ച്, അതായത് 6.8 ഇഞ്ചോളം വരുന്നൊരു ഡിസ്പ്ലേ സൈസാണ്. നമ്മൾ ഇത്തരം ഫോണുകൾ ധാരാളം ഉപയോഗിക്കുന്നതാണ്. എങ്കിലും വലിയ ഫോണാണെന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ. വേറെ കയ്യിൽ പിടിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഓവർ വെയിറ്റ് ഇല്ല, തിക്നെസ് ഇല്ല, സെറ്റ് സംഭവം ഈ കാണുന്ന പോലെ. എന്തായാലും ഈ ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് അല്ലെങ്കിൽ ഒരു മെയിൻ ഘടകമായിട്ട് അവർ പറയുന്നത് ഇന്ത്യസ് ഫസ്റ്റ് സ്നാപ്ഡ്രാഗൺ 4 Gen 2 പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ മികച്ച പെർഫോമൻസ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നോക്കാം, ഞാൻ നോക്കി. അത്യാവശ്യം സ്മൂത്തായ പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന്റെ പ്രൈസ് എനിക്ക് അറിയില്ല കേട്ടോ. പ്രൈസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ചെക്ക് ചെയ്യുക. എന്തായാലും പെർഫോമൻസ് ഈ കാണുന്ന തരത്തിൽ സ്മൂത്ത് ആയിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് പരസ്യ ആപ്ലിക്കേഷനുകളൊക്കെ കാണുന്നുണ്ട്. ബട്ട് എങ്കിലും വലിയ അപാകതയില്ല, അത്രയധികം അങ്ങോട്ട് കാണാനില്ല. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ് വരുന്നത്. MIUI 14 ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആണ് വരുന്നത്. 3 വേരിയന്റുകൾ വരുന്നുണ്ട്. 4GB റാം 128GB സ്റ്റോറേജ്, 6GB റാം 128GB സ്റ്റോറേജ്, 8GB റാം 256GB സ്റ്റോറേജ്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. ഒരു സിം, ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ 2 സിം, ആ രീതിയിൽ ഉപയോഗിക്കാം. സോ അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ട്. സ്മൂത്തായ പെർഫോമൻസ് ഉണ്ട്. ചെറുകിട ഗെയിമുകളൊക്കെ വളരെ നൈസായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. സോ ഒരു ഗെയിമിംഗ് ഫോണായിട്ടൊന്നും എടുക്കാൻ നിൽക്കേണ്ട. നോർമലായിട്ടുള്ള ഒരു പെർഫോമൻസിന് ഒരു നല്ല ഒരു ഫോണായിട്ട് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാം. ഈ കാണുന്ന തരത്തിൽ സ്മൂത്തായ പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഈ 4 Gen 2 എന്ന് പറയുന്ന പ്രോസസ്സർ 4nm ടെക്നോളജിയിലാണ് വരുന്നത്. അതൊരു പ്രത്യേകതയാണ്. കാരണം ഈ ഒരു പ്രൈസിന് തന്നെ ഈ ഒരു 4nm ടെക്നോളജി ഉള്ളവരെ കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒരു പ്രൊസസ്സർ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അത്രയും പവർ എഫിഷ്യൻസിയും ഹീറ്റിംഗ് കുറയുക, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ടായിരിക്കും. എന്നാൽ ഇതുവരെയായിട്ട് ഹീറ്റിംഗിന്റെ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല. നല്ല പെർഫോമൻസ് ആണ്. ഡുവൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 5G സിം ഒരേ സമയം ഇടാൻ സാധിക്കും. ഇതിനകത്ത് X61 മോഡമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഫാസ്റ്ററായ ഒരു 5G മോഡം എന്ന് പറയാം. 10-12 5G ബാൻഡ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. സോ 5G കണക്ടിവിറ്റിയിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. ഇതിന്റെ ഡിസ്പ്ലേക്കും വേറെ അപാകതകളൊന്നുമില്ല. പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് നോച്ചും കാര്യങ്ങളൊന്നുമല്ല. ഡിസ്പ്ലേ ക്വാളിറ്റിയിലും വലിയ പ്രശ്നമൊന്നുമില്ല. 6.79 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 90Hz ഡിസ്പ്ലേ ആണ്. LCD ഡിസ്പ്ലേ ആണ്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. 450 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ്. പീക്ക് ബ്രൈറ്റ്നസ് 550 നിറ്റ്സ് വരെ വരുമെന്ന് പറയുന്നു. ഞാൻ ഔട്ട്ഡോർ ഒക്കെ കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കിയതാണ്. ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. സെറ്റ് ബ്രൈറ്റ്നസ് ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിയും നിങ്ങൾ ഈ കാണുന്ന പോലെ ഡീസൻ്റ് ആയിട്ടുണ്ട്. ഈ ഫോൺ 5000 mAh ബാറ്ററിയുമായിട്ടാണ് വരുന്നത്. 22.5 വാട്ടിന്റെ ചാർജർ ബോക്സിൽ നമ്മൾ കണ്ടു. പക്ഷേ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു 15000 താഴെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത് ഓക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. കൃത്യമായിട്ടുള്ളൊരു പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ചെക്ക് ചെയ്യണേ. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് ഒരു സംഭവം, അത് ഫ്ലാഷ് ആണ് കേട്ടോ. 3 ക്യാമറയുള്ള പോലെ ഒരു ഡിസൈൻ കണ്ടോ, അത് ഫ്ലാഷ് ആണ്. എന്തായാലും 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, അതാണ് കാര്യം. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ. സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ആ ഒരു വില കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു പ്രൈസ് ആണെങ്കിൽ 13-14 രൂപ റേഞ്ചിൽ വരണം. അങ്ങനെയാണെങ്കിൽ ഈ ക്യാമറ നല്ലതാണ്. അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ കണ്ടിട്ട്, സാമ്പിൾസ് കണ്ടിട്ട് ഓക്കെ ആണോ എന്നുള്ള കാര്യം. വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നാലും അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയൊക്കെയാണ് കിട്ടുന്നത്. സോ തീർച്ചയായിട്ടും നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഉള്ളൊരു ഫോണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്യാമറയുടെ ഭാഗത്ത് വരുന്ന ഒരു പ്രകടനം. എങ്ങനെയുണ്ട്? മികച്ച പ്രകടനമാണോ? സോ അപ്പോൾ അങ്ങനെയാണ് ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓവറോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു പ്രൈസിനൊക്കെ ആണെങ്കിൽ റെഡ്മിയുടെ ഒരു നല്ല ഫോണെന്ന് തീർച്ചയായിട്ടും പറയാം. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. നിങ്ങൾക്കും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. എന്തായാലും ക്ലിയർ ആയിട്ട് പറയാം, ഭയങ്കര എക്സൈറ്റിംഗ് ആയ അപ്പടി സംഭവങ്ങൾ അടിപൊളി എന്തൊക്കെയോ ഉള്ളൊരു ഫോണെന്നുമല്ല. ഒരു യൂഷ്വലായ ഒരു നല്ല റെഡ്മി ഫോൺ.
താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അത്രയുമാണ് റെഡ്മി 12 5G എന്ന ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.